ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ദ ഡിബേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുടെ ഞെട്ടലിൽ കൂടുതൽ വിവരദോഷം കാട്ടാതിരിക്കാൻ പാർട്ടി തിരുത്തൽ പ്രക്രിയകളിലേക്ക് കടക്കുന്നു. 16 മുതലുള്ള സെക്രട്ടേറിയറ്റിന് മുൻപ് തന്നെ കാരണം അന്വേഷിച്ച് കണ്ടെത്തും. അതിനിടയിലാണ് രാജ്യസഭാ സീറ്റിനായി മുന്നണി വിടുന്നതടക്കം ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗവും നിലപാടിലുറച്ച് CPIയും പാർട്ടിയെ വെട്ടിലാക്കുന്നത്. തോൽവിയുടെ കാരണമായി ഈഴവ വോട്ടുകളിലെ ഇടിവാണെന്നും കാരണം മുസ്ലിം പ്രീണനമാണെന്നും മുസ്ലിം പ്രീണനത്തെ തുടർന്ന് ഈഴവ വിഭാഗവും ക്രിസ്ത്യൻ സമുദായത്തിലെ വോട്ടർമാരും അകന്നുവെന്നും നവോത്ഥാന സമിതിയുടെ നായകൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ പ്രതിഷേധിച്ച് നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ രാജിവെച്ചതും ഇന്ന് കണ്ടു. ഒരു ഭാഗത്ത് വളരുന്ന BJP, ഇടിയുന്ന ഇടതിൻ്റെ കോട്ടകൾ, വിലപേശുന്ന സഖ്യകക്ഷികൾ, ഒപ്പം തകർന്നടിയുന്ന നവോത്ഥാന സമിതി, ഒപ്പം വിവരദോഷ വിവാദവും. ചോദ്യം ഇതാണ്, കലങ്ങിത്തുടങ്ങിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിനെ തിരുത്താൻ LDF. സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരണമെന്നാണ് CPI ദേശീയ എക്സിക്യൂട്ടീവിലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉയർന്ന ആവശ്യം. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം LDFിൻ്റെ കൂട്ടത്തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് CPIയുടെ വിലയിരുത്തൽ. വിമർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന് CPMും കരുതുന്നു. റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടി സൃഷ്ടിച്ച അലയൊലികൾ LDFിൽ കൂടുതൽ സജീവമാവുകയാണ്. UDF തരംഗത്തിനൊപ്പം ഭരണവിരുദ്ധ വികാരവും പരാജയത്തിന് കാരണമായി എന്ന് CPIഎമ്മും CPIയും വിശ്വസിക്കുന്നു. ഇന്നലെ ചേർന്ന CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരുത്തൽ വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്വയം വിമർശനം അനിവാര്യമാണ്. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളണമെന്നും സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു. കേഡർ വോട്ടുകൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും പോകുന്നതാണ് CPIഎമ്മിനെ അലട്ടുന്ന പ്രധാന ആശങ്ക. കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാമെങ്കിൽ BJPയിലേക്ക് പോകുന്നവ തിരിച്ചെത്തിക്കുക എളുപ്പമല്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു. അടിമുടി മാറ്റം വേണമെന്ന നിലപാടിലാണ് നേതാക്കൾ. ഈ മാസം 16 മുതൽ 5 ദിവസത്തേക്ക് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ കൂടുതൽ വിമർശനങ്ങളും ചർച്ചകളും പ്രതീക്ഷിക്കാം. ഭരണവിരുദ്ധ വികാരം LDFിനെ കൂട്ടത്തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് CPIയുടെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിനോട് ജനങ്ങൾക്ക് മതിപ്പ് നഷ്ടപ്പെട്ടതാണ് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് CPI ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അറിയിച്ചിരുന്നു. രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്ന തരംഗം കേരളത്തിൽ UDFിനെ തുണച്ചുവെന്നും CPI വിലയിരുത്തി. തിരുത്തുവേണമെന്ന് LDF യോഗത്തിൽ CPI ആവശ്യപ്പെടും. തിങ്കളാഴ്ച ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വിമർശനമുയരും എന്നുറപ്പാണ്. മറ്റു ഘടകകക്ഷികൾ ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ ചർച്ചകളെ നിയന്ത്രിക്കുകയാണ് മുഖ്യമന്ത്രിക്കും CPIഎം നേതാക്കൾക്കും മുന്നിലെ അടുത്ത വെല്ലുവിളി. ഇതിനിടെ LDFിലെ രാജ്യസഭാ സീറ്റ് പ്രതിസന്ധിയും CPIഎം നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ട്. CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും പുറമെ RJDയും NCPയും രാജ്യസഭാ സീറ്റിനായി രംഗത്തുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ LDFിന് കീറാമുട്ടിയാവുകയാണ് രാജ്യസഭാ സീറ്റും. മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും അവ രണ്ടും പരാജയപ്പെട്ടു. സീറ്റ് CPIക്ക് അവകാശപ്പെട്ടതാണെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. വിട്ടുവീഴ്ചയില്ലെന്നും രാജ്യസഭാ സീറ്റ് എന്നാൽ രാജ്യസഭാ സീറ്റ് എന്ന് തന്നെയാണെന്നും ജോസ് കെ മാണിയും പ്രതികരിച്ചു. ഞങ്ങൾ CPIയും CPMും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു ഘട്ടം ഇപ്പോൾ കഴിഞ്ഞു. അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും. സീറ്റ് CPIക്ക് തന്നെ കിട്ടുമോ? CPIക്ക് കിട്ടിയേ തീരൂ. അതെനിക്കറിയില്ല. CPIക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതെങ്ങനെ ചർച്ച ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം, അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ കെൽപ്പുള്ള മുന്നണിയാണ് LDF. ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് CPMനോട് അവതരിപ്പിച്ചു. രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ, അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം. അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയും മുന്നണി മാറുന്ന സ്വഭാവമൊന്നും കേരള കോൺഗ്രസില്ല. ചരിത്രം എടുത്ത് നോക്കിക്കൂ. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്.
അതേസമയം CPM-ന് മുസ്ലിം പ്രീണനമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ മറ്റൊരു ചർച്ച. മുസ്ലിം പ്രീണനം കൂടിയതുകൊണ്ടാണ് ഈഴവ വോട്ടുകളും ക്രിസ്തീയ വോട്ടുകളും കുറഞ്ഞതെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. ന്യൂനപക്ഷം അവിഹിതമായി ഒന്നും നേടിയിട്ടില്ലെന്ന് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹുസൈൻ മടവൂർ മറുപടി നൽകുകയും ചെയ്തു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ഹുസൈൻ മടവൂർ കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തെപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിരോധമുണ്ടായി. പാർലമെന്റ് നടത്തിയപ്പോൾ ഈ കാന്തപുരം പോലും കൂടെയുണ്ടോ? മലബാർ പ്രദേശം പോലും പാർട്ടിയിൽ പോകാൻ കാരണം എന്താണ്? ഈ പ്രീണനം ഒരു ഭാഗത്ത് വിടുമ്പോൾ ഈ കാണുന്നതെല്ലാം കണ്ടും കൊണ്ടും സഹിച്ച് നിൽക്കുന്നൊരു വിഭാഗമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാരി കൊടുക്കുക. ഇപ്പൊ മുസ്ലിം സമുദായത്തിന് PSC നിയമനങ്ങളിൽ അവർക്ക് അർഹതപ്പെട്ട പങ്കാളിത്തം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയല്ലേ? വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരുപാട് നേടിയെടുത്തു, അത് ശരിയല്ല എന്ന നിലക്കാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ ഒന്നിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണ്ടേ? അവരും സഹായിച്ചില്ലല്ലോ. അപ്പോൾ ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം, എന്തുദ്ദേശത്തിൽ പറഞ്ഞതാണെങ്കിലും. മറ്റൊന്ന്, യാക്കോബായ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിന്റെ സർക്കാരിനെതിരായ വിമർശനവും മുഖ്യമന്ത്രിയുടെ മറുപടിയുമാണ് പ്രധാനപ്പെട്ട ചർച്ചയായത്. കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണം അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്നും CPM എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യമാണെന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനം. എന്നാൽ മെത്രോപൊലിത്തെ വിവരദോഷി എന്ന് വിളിച്ചാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ വിമർശനത്തോട് പ്രതികരിക്കാനില്ലെന്നും മാർ കുറിലോസ് ഇന്ന് വ്യക്തമാക്കി. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എനിക്കൊന്നും പറയാനില്ല. ഇനി ആ കാര്യത്തിലൊരു പ്രതികരണമില്ല. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്ന വിമർശനങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് എന്താകും മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? ദില്ലിയിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മറുപടി എന്തായിരുന്നുവെന്ന് ഒന്ന് കാണാം. 19 സീറ്റുകളിൽ LDFിന്റെ സ്ഥാനാർത്ഥി 19 സീറ്റിൽ LDF തോറ്റില്ലോ. ഭരണവിരുദ്ധ വികാരമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരമല്ലേ എന്ന ചോദ്യത്തിന് ദില്ലിയിൽ നല്ല ചൂടാണല്ലേ എന്ന മറുപടി. ഇനി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. LDFിൽ ഇനി എന്ത് എന്നതാണ് പ്രധാനം. സംസ്ഥാന സർക്കാരിനെ തിരുത്താൻ LDFിന് കഴിയുമോ? ശൈലി മാറുമോ? കനത്ത തോൽവി മുന്നണിയിൽ എങ്ങനെയാകും പ്രതിഫലിക്കുക? തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ ഒതുങ്ങിയതെന്ത് എന്നതാണ് മറ്റൊരു ചോദ്യം. തോൽവിയെയും വോട്ട് ചോർച്ചയെക്കുറിച്ചും മുന്നണിക്കകത്ത് പല വിമർശനങ്ങളും ചർച്ചകളും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായോ? LDFിനെ കൂട്ടത്തോൽവിയിലേക്ക് നയിച്ചത് ഭരണവിരുദ്ധ വികാരമാണെന്നാണ് CPIയുടെ അഭിപ്രായം. വരും ദിവസങ്ങളിലും അത് മുന്നണിയെ പിടിച്ചുലയ്ക്കും. ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണനമാണ് ഈഴവ വോട്ടുകളും ക്രിസ്തീയ വോട്ടുകളും കുറയാൻ ഇടയാക്കിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നു. സർക്കാരിനെ വിമർശിച്ച ഗീവർഗീസ് മാർ കുറിലോസിനെ വിവരദോഷി എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. വിമർശനങ്ങൾക്ക് അതീതനാണോ മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. LDFിന്റെ അടുത്ത തലവേദന രാജ്യസഭാ സീറ്റ് തർക്കമാണ്. CPIയും കേരള കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നറിയിച്ചു കഴിഞ്ഞു. അതെങ്ങനെ പരിഹരിക്കുമെന്ന് തലപുകയ്ക്കുകയാണ് നേതാക്കൾ. ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്നു. ചോദ്യം ഇതാണ്: അടിമുടി മാറ്റം വേണ്ടേ? നമുക്കിപ്പം അതിഥികൾ ചേരുന്നു. കോൺഗ്രസിൽ നിന്നും GV ഹരി, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, DYFI CPMൽ നിന്നും V വസീഫ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ എന്നിവർ. ആദ്യം ഞാൻ V വസീഫിലേക്ക്. V വസീഫ്, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞ മറുപടി താങ്കൾ കേട്ടല്ലോ. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തോറ്റു? ദില്ലിയിൽ നല്ല ചൂടാണല്ലേ എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത്. ഇനിയെങ്കിലും ഈ സംസ്ഥാനത്ത് LDF പരാജയപ്പെടാനിടയായ സാഹചര്യം മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ
ഭരണവിരുദ്ധ വികാരമെന്ന് ആവർത്തിച്ചു പറയുന്ന സാഹചര്യത്തിൽ? ഡോക്ടർ അരുൺ, നിങ്ങളിപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് 14 മിനിറ്റ് നിങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അതിൽ പൂർണ്ണമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളങ്ങ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൽ തുടക്കത്തിൽ നിങ്ങൾ കാണിച്ചതും പറയാൻ ശ്രമിച്ചതും നിങ്ങളുടെ റിപ്പോർട്ടർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നു എന്ന് പറയുന്ന ചർച്ചകളാണ്. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നു എന്ന് ആരാ നിങ്ങളുടെ റിപ്പോർട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് അത് ചർച്ച ചെയ്യാനുള്ള സാമാന്യ രാഷ്ട്രീയ ബോധ്യം പോലും CPM-ന് ഇല്ലായിരുന്നു എന്ന് വേണോ ഞങ്ങൾ കരുതാൻ? അല്ല, ഞാനും പറഞ്ഞോട്ടെ, എൻ്റെ ബോധ്യം ഞാൻ പറഞ്ഞോട്ടെ. അരുൺ, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ, ഞാനും പറഞ്ഞോട്ടെ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഞങ്ങൾ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ചേർന്നു. അതിന് ശേഷം CPM ഇറക്കിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു, കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഇന്നത് നടന്നു, ഇന്നതാണ് സംസാരിച്ചത്, ഇന്ന അഭിപ്രായങ്ങളാണ് വന്നത്, എന്തിനാ അങ്ങനെ ഒരു ഊഹങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വെക്കേണ്ട ആവശ്യം? ആരാ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, സെക്രട്ടേറിയറ്റിൽ ഇന്ന ആള് ഇന്ന വിവരം തന്നു എന്ന് നിങ്ങൾ പറയണ്ടേ? എന്ത് ജനാധിപത്യ മര്യാദ നിങ്ങൾ അതോട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തി എന്നോട് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രിയോട് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊക്കെ മാറ്റം വരണ്ടേ? ഞാനും പറയും, വളരെ തമാശ തോന്നും. തെറ്റിദ്ധരുത്തൽ വേണമെന്ന് പാർട്ടിയുടെ സെക്രട്ടറി തീരുമാനിച്ചിട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണേ, എന്തൊരു 14 മിനിറ്റ് നിങ്ങൾ കാണിച്ചു. 14 മിനിറ്റ് മാത്രമല്ല, നിങ്ങൾ ദിവസങ്ങളോളം ഇതൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ പറഞ്ഞു, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ വിമർശിച്ചു. എന്താ ഇതിനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായി അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു, 19 സീറ്റുകളും നഷ്ടപ്പെട്ടു. ഞാൻ അരുണിനെ പോലെയുള്ള പാർട്ടി സംസ്ഥാന സമിതി പിരിഞ്ഞു. അങ്ങനെ ആയിരിക്കില്ലല്ലോ സ്വാഭാവികമായി അവിടെ സംഭവിക്കുക. അവിടെ സ്വാഭാവികമായി സംഭവിച്ചത് ഞങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഒരു ആക്ഷേപവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉന്നയിച്ചിട്ടില്ല. തെറ്റിദ്ധരുത്തലിലേക്ക് കടക്കുമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ്. അതിനകത്ത് എന്താ തെറ്റ്? അതൊന്നും ഞാൻ ഉന്നയിച്ചോ ഉന്നയിച്ചില്ലേ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വാർത്തയുടെ സോഴ്സ്, ഞാൻ അരുണിനെ പോലെ കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗം പലർക്കും ഇഷ്ടപ്പെടുന്ന, എനിക്കും വ്യക്തിപരമായി നല്ല ഉള്ള ഒരു റിപ്പോർട്ടർ, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തനത്തോണ്ട് എന്താണ് ഈ സമൂഹത്തിനുണ്ടാകുന്ന ഗുണം? ഒരു സംശയം, നിങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ ഡീസന്റായ ഒരു ചർച്ചയാണല്ലോ. ആ ചർച്ച ഈ റിപ്പോർട്ടിൽ താങ്കളെ പ്രകോപിപ്പിച്ചതെന്താണെന്ന് പറയൂ. അത് കഴിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അരുണിനെതിരെ സുജയ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഇന്റേണൽ മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ പൊട്ടിത്തെറി, അങ്ങനെ തെറി വിളിച്ചു, ആക്ഷേപിച്ചു, തോന്നിവാസം വിളിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അങ്ങ് പച്ചക്ക് വിളിച്ചു പറഞ്ഞ് നടന്നാൽ അതിനൊക്കെ എന്ത് അടിസ്ഥാനം ഉണ്ടാവും അരുണേ? ഞാനിപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ മുറികളിൽ നിങ്ങളിപ്പോ പുറത്ത് കാണിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാലോ, ചില ആളുകൾ രാഷ്ട്രീയ പക്ഷം സംസാരിക്കും, ചിലർ പച്ചക്ക് BJP ആണെന്ന് പറയും, BJP ജയിച്ചതിന് കൈയടിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെപ്പോലെയുള്ള കാണിക്ക് 7 മണി മുതൽ 7:06 വരെ നിങ്ങൾ ആ റിപ്പോർട്ടാ കാണിച്ചത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമയം വല്ലാതെ വൈകുന്നു. റിപ്പോർട്ടിൽ എവിടെയാണ് വിയോജിപ്പെന്ന് വസീഫ് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാം. നോക്കൂ വസീഫെ, ഞങ്ങൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും CPM-യുടെ എക്സിക്യൂട്ടീവിൽ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സോഴ്സ് ഉപയോഗിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസാരിച്ചെടുത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരിടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തണം എന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ലേ തീരുമാനം? ഞാനിപ്പോ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞുവെന്നോ, ഗോവിന്ദ മാഷക്കെതിരെ പറഞ്ഞുവെന്നോ, വേറെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ പറഞ്ഞു ഒന്നും ഞാൻ പറഞ്ഞില്ല അരുണേ. ഞാൻ ആ സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്നാ പറഞ്ഞത്. ആ സെക്രട്ടേറിയറ്റിൽ ഇല്ല. ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നത് എനിക്കറിയില്ല.
എനിക്കറിയില്ല. അത് മനസ്സിലാക്കാം. നിങ്ങളുടെ റിപ്പോർട്ടർക്ക് അത് എവിടുന്നാണ് മനസ്സിലാക്കാം. ഈ പക്ഷേ അത് വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നത്? പാടില്ല എന്ന് അതൊന്ന് പറയണ്ടേ? വാസിഫ് നിർബന്ധം എന്തിനാണ് അരുണേ ഇത്തരം കാര്യങ്ങൾ അല്ല, ഞാൻ പാർട്ടി പറയുന്നത് സോഴ്സിൽ അരുണേ, നിന്ന് നമ്മൾ കൃത്യമായി ഏതായാലും പ്രേക്ഷകരിൽ ഒരു ചർച്ച എത്തിക്കുന്ന തുടങ്ങുകയാണല്ലോ. സോഴ്സുള്ള ഇപ്പോൾ ചാനൽ നാളെ തന്നെയാണ്. പുതിയ താങ്കൾക്ക് അറിയാമല്ലോ, ഭരണം നമ്മുടെ എല്ലാ രാജ്യത്ത് പാർട്ടികളുമായി വരികയാണ് അടുത്ത പറയുന്നത്. ബന്ധമുള്ള നമ്മുടെ സോഴ്സുള്ള ആൾക്കാർ പുതിയൊരു തന്നെയാണ് നമ്മൾ. സംവിധാനത്തിലേക്ക് അതുകൊണ്ട് നമുക്ക് പോകല്ലേ അതിന്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ സോഴ്സിന്റെ ഒരു സൈഡ് കാര്യത്തിൽ മാത്രം സംശയിക്കേണ്ട. പറയില്ലേ? പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അല്ല അരുണേ, ഞാനൊന്ന് നിലപാടെടുത്തു, അത് റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ അരുണേ, ഇനി നമ്മൾ ചർച്ചയിലേക്ക് വന്നാൽ ചർച്ചയിലേക്ക് വരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രം ഒതുങ്ങി നിൽക്കല്ലേ? അല്ല അതാ ചർച്ച. ശരി, അങ്ങനെയാണെങ്കിൽ പറയൂ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിട്ടില്ലേ? തെറ്റ് തിരുത്താൻ തീരുമാനമെടുത്തിട്ടില്ലേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ വസീഫ്. അല്ല എനിക്കറിഞ്ഞൂടാ. ഞാൻ പാർട്ടി സെക്രട്ടറി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയും പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാറുണ്ട് മുമ്പിൽ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ മോദിയുടെ നേതൃത്വത്തിലുള്ള NDA കഴിഞ്ഞെങ്കിലും എന്നിട്ട് ഞാൻ പറയാം. എന്നിട്ട് അതിന് അവസാനത്തിന് പറയുന്നുണ്ട്, ജനാധിപത്യത്തിന്റെ കേന്ദ്രബിന്ദു ജനങ്ങളാണ് എന്നും ജനാധിപത്യം അപകടത്തിലാകുമ്പോൾ അതിന് കാരണക്കാരായവരെ ജനങ്ങൾ ശിക്ഷിക്കുമെന്നും മോദിയുടെ പതനം ആവർത്തിച്ച് തെളിയിക്കുന്നു. 1977 അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസ് ജനങ്ങൾ അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ റിപ്പോർട്ടർ കേരളത്തിൽ 3 ലക്ഷത്തോളം വോട്ടുകൾ നഷ്ടപ്പെട്ടത് BJP-ക്കാണ്. ഞാൻ ആ കുറിപ്പ് വേണമെങ്കിൽ അരുൺ അയച്ചുതരാം. ഇതൊന്നും അല്ലാതെ ഏത് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അരുണെ നിങ്ങളെപ്പോലെയുള്ള ഒരു മിടുക്കനായ മാധ്യമ പ്രവർത്തകൻ ചോദിക്കണ്ടേ, ഏത് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഈ ചർച്ച ഇങ്ങനെ നടത്തിയത്? ഇതാണ് അവിടെ അഭിപ്രായം ഉണ്ടായത്. പറയുന്നത് ഏതെങ്കിലും കാലത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 10:30 AK ബാലൻ എഴുന്നേറ്റ് അല്ലെങ്കിൽ 10:45 MP രാജേഷ് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇതൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചകളാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. നിങ്ങൾ നിഷേധിക്കൂ തെറ്റ് തിരുത്തണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ചയായില്ല. കേരളത്തിലെ തോൽവി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തില്ല എന്നാണ് വസീഫിന്റെ നിലപാട്. ഞാൻ എങ്ങനെ പറയാം? വസീഫ് നോക്കൂ, തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് താങ്കളുടെ നിലപാടെങ്കിൽ താങ്കൾ പറയൂ. അല്ല, തെരഞ്ഞെടുപ്പ് വിഷയം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിലെ വിജയപരാജയങ്ങൾ, വോട്ട് കുറഞ്ഞതും കൂടിയതും ഒക്കെ ചർച്ച ചെയ്തോ ഇല്ലേ എന്നുള്ളത് ആ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അതിന്റെ സെക്രട്ടറിയൊക്കെയാണ് പറയാ. സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ മറ്റ് അജണ്ട ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അടുത്ത ദിവസം അടുത്ത സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ അത് ചർച്ച ഈ രീതിയിലാണ്. അപ്പോൾ തികച്ചും CPI അടക്കം കേരള കോൺഗ്രസ് മാണി വിഭാഗം അടക്കം രാജ്യസഭയ്ക്ക് വേണ്ടി സമ്മർദ്ദം മുറുകുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗീവർഗീസ് കുറിലോസ് തിരുമേനിയുടെ അടക്കം പ്രസ്താവന ഒരു വശത്ത് നിൽക്കുന്നു. ഇതൊക്കെ വിവാദമായി തീരുന്നൊരു ഘട്ടത്തിൽ പാർട്ടിയിൽ ഇങ്ങനെ തന്നെ മതിയോ തെറ്റുതിരുത്തൽ? ഇന്ന് ദില്ലിയിൽ ചൂട് കൂടുതലാണെന്നല്ലേ എന്നൊരു മറുപടിയോട് കൂടിയാണോ ഈ സീറ്റ് കുറഞ്ഞതിനോടുള്ള ചോദ്യത്തെ മുഖ്യമന്ത്രി പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ മറുപടി നൽകേണ്ടത്? അരുണെ, ഓരോ മാധ്യമപ്രവർത്തകർ വന്ന് ചോദിക്കുന്നതിന് ഇങ്ങനെ ഓരോ സമയത്തും അഭിപ്രായം പറഞ്ഞ് മറുപടി പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണോ വേണ്ടത് എന്നാണോ നിങ്ങൾ പറയേണ്ടത്? അതൊക്കെ ഓരോ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാറുണ്ട്, അത് പറയുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് വാശി പിടിക്കരുത്. അദ്ദേഹത്തിന്റെ സൗകര്യമാണ്, അതേപോലെ ആ പാർട്ടിയുടെ സൗകര്യമാണ്. മോദിയെ കുറിച്ച് പറഞ്ഞത് അതുപോലെയാണോ കേരളത്തിൽ? അതുപോലെയാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങളിൽ പലരും ശ്രമിച്ചു എന്നുള്ളതായ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ മോഡി പത്രസമ്മേളനം നടത്തുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതും ഒരുപോലെയാണോ? അതുപോലെയാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. ഇതാണ് മറുപടി. അല്ല വസീഫെ, നിങ്ങളൊരു മനുഷ്യനെ കേരളത്തിലെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ ബോധപൂർവമായി ആക്ഷേപിക്കാൻ വേണ്ടി തുടർച്ചയായി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, AK ആന്റണി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ AK ആന്റണിയോട് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് AK ആന്റണി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ രാജിവെക്കുന്നു, ഈ പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത് AK ആന്റണിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റേ മുഖ്യമന്ത്രിയുടെ ഭവനത്തിലെ ഏതെങ്കിലും ആലയെക്കുറിച്ച് സംസാരിക്കും നിങ്ങൾ. അതൊക്കെയല്ലേ നിങ്ങളുടെ ഒരു രീതി?
എങ്ങനെ എന്താണ് വസീഫ ഈ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ LDF-ന് ഇത്ര കൃത്യമായ ഒരു വിധിയും മുന്നറിയിപ്പും നൽകിയിട്ടും അത് നിങ്ങൾ അടക്കമുള്ള LDF-ലെ പ്രവർത്തകർക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ ഞാൻ എന്തു പറയാനാണ്? എനിക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക് വരാം. ഷോർട്ട് ബ്രേക്ക്. മാധ്യമങ്ങൾക്ക് ചില പങ്കുണ്ട്, ചില അജണ്ടയില്ല, അതിലൊരു തർക്കമില്ല. നിങ്ങൾ ആഗ്രഹിക്കും. നമുക്കിപ്പം കോൺഗ്രസിൽ പ്രതിനിധി ഡോക്ടർ GV ഹരി കൂടി ചേരുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നത് LDF-ൽ കലങ്ങി തുടങ്ങിയോ എന്നാണ്. GV ഹരി, ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിനു ശേഷം മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നത്. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചത് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ പ്രതികരണം നടത്തുന്നില്ല. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടില്ല LDF-ന്റെ ശതമാനത്തിൽ എന്നുള്ളതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഇപ്പോഴും കഴിഞ്ഞ തവണ നേടിയ 2019 ഏകദേശം കണക്കിൽ നിൽക്കുന്നു 3 ലക്ഷത്തോളം വോട്ടുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് മൂർച്ച കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നതാണ് പൊതുവെ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വസീഫ് നേരെ പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ചൂടാണല്ലേ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ലളിതമായ ചോദ്യമാണോ അത്? തീർച്ചയായിട്ടും ഇതല്ലാതെ മറ്റെന്താണ് ശ്രീ അരുൺകുമാർ പ്രതീക്ഷിക്കുന്നത്? വാസിഫിൽ നിന്നാണെങ്കിലും CPM-ൽ നിന്നാണെങ്കിലും CPM-ന്റെ നേതാക്കളിൽ നിന്നാണെങ്കിലും അവരെന്തെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് അവരേതെങ്കിലും തരത്തിൽ അവരുടെ വീഴ്ചകളോ അവരുടെ പരാജയങ്ങളോ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോ കുറവോ ഒക്കെ നമ്മുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ CPM അല്ലാതായി തീരണം അത്. അതുകൊണ്ട് അതല്ലെങ്കിൽ CPM പാർട്ടി അല്ലാതായിരിക്കണം. നിങ്ങൾ കോൺഗ്രസിനോട് ചോദിച്ചാൽ കോൺഗ്രസ് കൃത്യമായിട്ട് പറയും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനാണെങ്കിലും വസീഫ് ആണെങ്കിലും ഒക്കെ നമുക്കൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയം നേരിട്ടൊരു പാർട്ടി അത് അവരുടെ ചെയ്തികൾ കൊണ്ടാണ് ആ പരാജയം ഉണ്ടായതെന്നുള്ള വിലയിരുത്തൽ സമൂഹത്തിൽ മൊത്തമായിട്ടുണ്ടാവുമ്പോൾ, മാധ്യമങ്ങൾ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ അതിനെ തിരുത്താൻ തയ്യാറാകേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ശൈലി സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങളൊക്കെ എന്താ പ്രതീക്ഷിക്കുന്നത്? അവരിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു തരത്തിലുള്ള മാറ്റവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ശ്രീ വാസിഫ് അടക്കം അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ ഏറെ സങ്കടമാണ് തോന്നുന്നത്. കാരണം അവരെപ്പോലുള്ള ഈ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെങ്കിലും അത് ശരിയായില്ല, അത് തെറ്റായിപ്പോയി, അതിൽ തിരുത്തലുകൾ ആവശ്യം ഉണ്ട് എന്ന് അവർ പറയും, അല്ലെങ്കിൽ ശ്രീ വാസിഫ് പറയുമെന്നാണ് ഞാൻ കരുതിയത്. അതിന് പകരം അദ്ദേഹം പറയുന്നത് ഇതൊന്നും ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല, മാധ്യമപ്രവർത്തകരൊക്കെ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ പറയണം? ഇപ്പോൾ ഞങ്ങൾക്കറിയാം 2 സ്ഥലത്ത് ഞങ്ങൾക്ക് പരാജയമുണ്ടായി. ആ 2 സ്ഥലത്തും ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയും അതിനകത്ത് തിരുത്തലുകൾ വരുത്തണമെങ്കിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് KPCCയുടെയും അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയുടെയും നിലപാട്. അത് കേന്ദ്രത്തിലാണെങ്കിലും അതോടൊപ്പം കേരളത്തിലാണെങ്കിലും അതിനകത്ത് മാറ്റമില്ല. തിരുത്തലാണോ ഉദ്ദേശിച്ചത് GV ഹരി? അല്ല അതൊക്കെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അണികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നേതാക്കന്മാരും അടികൂടുന്നതെന്ന് അരുൺകുമാർ കണ്ടില്ലല്ലോ. അതിനകത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ല ഉദ്ദേശിച്ചത്. പാർട്ടിക്കകത്ത് വരുത്തേണ്ട തിരുത്തൽ അത് പേടിക്കേണ്ട. അത് ഇന്ന് നാളെ രാവിലെ ആകുമ്പോൾ അരുൺകുമാറിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലോ തിരുത്തലുകളും എന്താണെന്നുള്ളത് പുറത്തു വരും. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ് എന്നൊന്നും വരുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും 11 ഒന്നാമതെത്തുമ്പോൾ ആ 11 ഏറ്റവും കൂടുതൽ വോട്ടുകൾ CPM-നെ അപേക്ഷിച്ച് ചോർന്നു പോയിരിക്കുന്നത് കോൺഗ്രസിനാണ്. ആറ്റിങ്ങൾ എടുക്കൂ, 2331 വോട്ട് ഇടതുപക്ഷത്തിന്റെ ചോർന്നു, 8039 വോട്ടാണ് UDF-ന്റെ ചോർന്നത്. കാട്ടാക്കടയിൽ 2333 വോട്ട് LDF-ന് കൂടുമ്പോൾ UDF-ന് കുറഞ്ഞത് 8907 ഒല്ലൂരിൽ സുരേഷ് ഗോപി വിജയിച്ച ഒല്ലൂരിൽ 1261 വോട്ട് LDF-ന് കൂടുമ്പോൾ 15761 വോട്ടുകൾ UDF-ന് കുറയുന്നു. നാട്ടികയിൽ 14,000 വോട്ട് കുറയുന്നു. ഇരിങ്ങാലക്കുടയിൽ 10,000 വോട്ട് നിങ്ങൾക്ക് കുറയുന്നു, LDF-ന് 1069 കുറയുന്നു. പുതുക്കാട് 1063 LDF-ന് കുറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് 14,133 കുറയുന്നു. ഇത് പഠിക്കൂ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നത് കോൺഗ്രസിൽ നിന്നാണ്. അല്ല ആ ഒരു കണക്ക് ഞാൻ ചില കണക്കുകൾ അങ്ങോട്ട് പറയാമായിരുന്നു. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ള കാര്യമല്ല, ഓരോ പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരത്ത് എടുത്തു നോക്കുമ്പോൾ വ്യത്യസ്തമാണല്ലോ.
തിരുവനന്തപുരത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെ ഉദാഹരണം ഞാൻ അങ്ങോട്ട് പറയാം. അപ്പോൾ അങ്ങ് പറഞ്ഞത് മറ്റ് പല സ്ഥലങ്ങളുടെ ഉദാഹരണമാണെങ്കിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് കിട്ടിയ വോട്ടുമായി ബന്ധപ്പെട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ കണക്കങ്ങ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ആ കണക്ക് എന്താണ് പറയുന്നത്? ആ കണക്കിനകത്ത് നമുക്കറിയാവുന്നതുപോലെ ഈ 14 സ്ഥലത്ത് ഞങ്ങൾ MLA ഉള്ളത് ഒരു സ്ഥലത്ത് മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇപ്പോൾ അവർക്ക് മന്ത്രിയുണ്ട്, അതോടൊപ്പം MLA മാരുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖറാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്കൂ, തിരുവനന്തപുരം സെൻട്രൽ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ കഴക്കൂട്ടം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ള സ്ഥലമാണല്ലോ. നിയമം 22,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് മാത്രമാണ് BJP-യിലേക്ക് പോയേ എന്നത് ശരിയായിട്ടുള്ള കണക്കല്ല. ഇതുപോലുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അരുൺ, ആ ഒരു കണക്കുകൾ മാത്രം വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് എന്തുകൊണ്ട് പോയി? അതാണ് ശ്രീ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇതിപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഈഴവ സമുദായത്തിന്റെ വോട്ട് ബ്ലോക്കായിട്ട് BJP-യിലേക്ക് മാറിയിട്ടുണ്ട്. ക്രിസ്തീയ വോട്ടുകൾ മാറിയിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം നടന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ GV ഹരി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് കംപ്ലീറ്റ് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചതുപോലുള്ളൊരു കാര്യം സംഭവിച്ചത് വലിയ സങ്കടകരമാണ് എന്ന് ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുകൊണ്ടാണ്. വർഗീയതയ്ക്കെതിരായിട്ടാണ് അദ്ദേഹം അവിടെ മത്സരിച്ചത്. അവിടെ CPM ജയിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല എന്നാണ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഇത് കേരളമാണ്. ഇന്ന് നമ്മൾ എപ്പോഴും പറയുമല്ലോ, പ്രത്യേകിച്ച് CPM ആണ് ഏറ്റവും കൂടുതൽ ഇത് പറയുന്നത്. ഞങ്ങൾ അത്തരത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു വർഗീയമായി ഇവിടുത്തെ ആളുകളെ ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്നു, അങ്ങനെ വർഗീയമായി പ്രീണനം നടത്തുന്നു എന്നൊക്കെ പറയുന്നതിനോട് കോൺഗ്രസ് പാർട്ടി ഓർക്കുകയും ഞങ്ങളുടെ നിലപാട് എന്താണ്? ഞങ്ങൾ ഇതിനകത്ത് എടുക്കുന്ന നിലപാട് സെക്യുലർ ആയിട്ടുള്ള നിലപാട്. എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഒരു സെക്യുലർ ആയിട്ടുള്ള നിലപാടാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിനകത്ത് പ്രാതിനിധ്യം കിട്ടണം, ഏത് കാര്യത്തിലാണെങ്കിലും. അതല്ല എന്റെ ചോദ്യം ഇതാണ്. CA വിഷയമാണെങ്കിലും മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൂടുതൽ പലസ്തീൻ വിഷയമടക്കം അമിത താല്പര്യം എടുത്തുകൊണ്ട് CPM പ്രചരണം നടത്തുകയും അങ്ങനെ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാമെന്നുള്ള ആഗ്രഹത്തിനേറ്റ തിരിച്ചടിയാണ് എന്ന രീതിയിൽ കൂടിയാണ് വെള്ളാപ്പള്ളി ഇതിനെ വിമർശിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ വർഗീയമായിട്ടുള്ള പ്രസ്താവനകളായിട്ടാണ് ഞാനടക്കം മനസ്സിലാക്കുന്നത്. അപ്പോൾ GV ഹരി അതിനോട് യോജിക്കുന്നുണ്ടോ? അതായത് സമസ്തയും ലീഗിന്റെ വോട്ടുകളും ഭിന്നിച്ച് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ CPM നടത്തിയ ശ്രമം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ GV ഹരി? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നിലപാട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് എല്ലാ കാലത്തും ഓരോ നമുക്കറിയാമല്ലോ, അതൊരു വർഗീയ നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വർഗീയമായ വെള്ളാപ്പള്ളി നടേശന്റെ ആർഗ്യുമെന്റിനെ കോൺഗ്രസ് എൻഡോഴ്സ് ചെയ്യുന്നില്ല, കോൺഗ്രസ് ഉൾക്കൊള്ളുന്നില്ല. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പോസിറ്റീവായ ഒരു കാര്യമാണ്. BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വലിയ രീതിയിലുള്ള ഒരു നേട്ടം BJP നേടി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഡൽഹിയിൽ സംസാരിച്ചത് LDF-ന്റെയും UDF-ന്റെയും ഒക്കെ ആക്രമണങ്ങളിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായതിനു ശേഷമാണത്രേ സുരേഷ് ഗോപി ജയിച്ചു വന്നത് എന്നാണ്. അതും മനസ്സിലായില്ല. താങ്കൾക്ക് ഇതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? അങ്ങനെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ മത്സരിക്കാതെ ബംഗാളിൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നോ ഉല്ലാസ് ബാബു? അല്ല, അരുൺകുമാർ എന്തുകൊണ്ടാണ് അങ്ങേക്കത് മനസ്സിലായിട്ടില്ല എന്നെനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതാവ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിരുന്നു. ഒരുപാട് ബലിദാനികൾ എന്ന് പറഞ്ഞാൽ BJP ഇന്ന് ഈ വിജയത്തിലെത്തി നിൽക്കുന്നതും വോട്ടിംഗ് പെർസെൻറ്റേജിൽ BJPക്ക് കേരളത്തിനകത്ത് 19.5%, 20% തൊട്ടടുത്തുള്ള ശതമാനത്തിലേക്ക് വോട്ട് ഉയർത്താൻ സാധിച്ചതും 11ഓളം മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 1ാം സ്ഥാനത്തെത്താൻ സാധിച്ചതും 8ഓളം മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചതും നേരിയ സംവിധാനത്തിൽ 5-6 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 3ാം സ്ഥാനത്തിൻ്റെ 2ാം സ്ഥാനത്തിൻ്റെ ഇടയിൽ നിൽക്കാൻ സാധിച്ചതൊക്കെ ആ വളർച്ച ഒരുപാട് വ്യക്തികളുടെ ജീവത്യാഗം ഈ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ബലിദാനികളാകേണ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ കത്തിക്കിരയായിട്ടും തീവ്രവാദ സംഘടനകളായിട്ടുള്ള മറ്റ് 1-2 സ്വഭാവമുള്ള സംഘടനകളുടെയൊക്കെ കത്തിക്കിരയായി മരിച്ചു വീണ ഒരുപാട് പേരുടെ പ്രവർത്തനവും പ്രയത്നവും ഇതിന് പുറകിലുണ്ട്. ആ പ്രയത്നത്തിനും ശേഷവും ഞങ്ങളാരും ഈ സംഘടനാ സംവിധാനത്തിൽ വിട്ടുനിന്നിട്ടില്ല. ഞങ്ങളാരും ഈ കൊടിയുടെ കീഴിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടിട്ടില്ല. നോക്കൂ അരുൺകുമാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എത്ര കാലമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുമ്പോഴും ജയിക്കാതിരിക്കുന്ന സമയത്തും ഞങ്ങളുടെ ഇച്ഛാശക്തിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കോ ഞങ്ങളൊരു കുറവും വരുത്താതെ ഞങ്ങൾ നിലനിന്ന് പോന്നിട്ടുണ്ട്. ആ പ്രയത്നത്തെയും ആ സഹിഷ്ണുതയെയും ആണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ നേതാവ് എടുത്തു പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കൊലപാതകങ്ങളിലെ ഇരകളുടെ കണക്കുകൾ പറഞ്ഞാൽ BJP-യേക്കാൾ കൂടുതൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് CPM പ്രവർത്തകരാണ്.
ഞങ്ങളുടെ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നേരിട്ട വിഷമത്തെക്കുറിച്ചും അതിൽ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നിലനിൽപ്പിന് വേണ്ടി ചെറുത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിശദമായിട്ട് ഒന്നേന്നിൽ നിന്ന് രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിരോധിച്ചു നിന്നു എന്നത് പ്രതീകാത്മകമായി ഉദ്ദേശിച്ചതാണെങ്കിൽ പിന്നെ അതിനകത്ത് ചർച്ചയില്ല. താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്. LDFും UDFും അടക്കി വാഴുന്ന പ്രദേശങ്ങളിൽ നിങ്ങൾക്കൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ക്രെഡിബിളായ കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? വല്ലാതെ ന്യൂനപക്ഷ പ്രകടനം കാണിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടാനുള്ള കാരണമെന്ന്. ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം ഒരു ഭൂരിപക്ഷ മുന്നണിയോട് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹത്തിനോട് കാണിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഞങ്ങളെപ്പോഴും അതൊരു രാഷ്ട്രീയമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയില്ല എങ്കിലും ഡോക്ടർ അരുണിനോട് ഒന്ന് വ്യക്തിപരമായിട്ട് സംസാരിക്കാനുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ തമാശ രൂപേണ കാര്യം പറയട്ടെ. ഞങ്ങളെപ്പോഴും ശ്രീ ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് ഒരു എയിൽ നിന്ന് മറ്റൊരു എയിലേക്ക് ഷിഫ്റ്റ് വന്ന് CPM ഒരു സ്ഥാനത്ത് ജയിച്ച സമയത്ത് കുറച്ച് ആളുകൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു അത് ഭക്തരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി ജയിച്ചു പോയത്. കാരണം അദ്ദേഹം 2 കൊല്ലം കൂടി ഇവിടെ ഇരുന്നാൽ ഈ ഭക്തരെന്ന് പറയപ്പെടുന്ന സമൂഹത്തിനോട് കാണിച്ച വിരോധം എന്ന് പറയപ്പെടുന്നത് ഒന്നിൽ നിന്ന് വീണ്ടും വർദ്ധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഹിന്ദു വിശ്വാസത്തെ അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ നഖശിഖാന്തം അനാവശ്യമായി എതിർക്കുക, മറ്റ് സംവിധാനങ്ങളിലൊക്കെ വ്യക്തമായിട്ട് നിശബ്ദത പാലിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു നിലപാട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിനോട് യോജിക്കണോ വിയോജിക്കണോ എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താക്കൾ നിങ്ങളോട് സംസാരിക്കും. ജോർജ് പൊടിപ്പാറ, ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തിന്റെ മറുപടിയും ഒപ്പം നേരത്തെ നമ്മൾ വസീഫിന്റെ പ്രതികരണത്തിൽ നിന്നും കേരളത്തിൽ പാർട്ടിയുടെ ഈ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? ഈ കുർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിശേഷിപ്പിച്ചതടക്കം പാർട്ടിയുടെ ശൈലി ഇനിയും മാറുന്നില്ല എന്ന സൂചനയാണോ താങ്കൾക്ക് കിട്ടുന്നത്? തീർച്ചയായിട്ടും അരുൺ, അതിനെന്താ സംശയം? അതായത് ഇതുവരെ പിന്തുടർന്നു വന്ന ആ ശൈലി ഇത്രയും വലിയൊരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയ ശേഷവും ഒന്നും തിരുത്താൻ, പ്രത്യേകിച്ച് ഇപ്പൊ കുർലോസ് തിരുമേനി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ശൈലി മാറ്റണം, ഈ ശൈലിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടികൾ കാത്തിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ തയ്യാറല്ല. അത്തരത്തിൽ സ്വദേശമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം നടത്തുന്ന, എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് ഇടതുപക്ഷം എന്റെ ഹൃദയപക്ഷമാണെന്ന് പറയുന്ന അദ്ദേഹത്തെ പോലുള്ളവർ നടത്തുന്ന ക്രിയാത്മക വിമർശനത്തെ പോലും വല്ലാത്ത ഭാഷയിൽ ഒട്ടും ഉൾക്കൊള്ളാനാവാത്ത വിവരദോഷി എന്ന വാക്കുപയോഗിച്ച് അദ്ദേഹത്തിന്റെ വായടക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് മാറ്റം എവിടെ ഉണ്ടാവുന്ന അരുൺജി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മാത്രമല്ല, ഡൽഹിയിൽ ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ചോദിക്കില്ലേ? ആ ചോദ്യത്തിന് ഉടനെ ഡൽഹിയിൽ നിങ്ങൾ ഇപ്പോഴാണോ ഇത് അറിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ വലിയ ചൂടാണല്ലേ എന്ന് പറഞ്ഞൊഴിയുന്നതൊക്കെ നല്ല ഒരു പ്രവണത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു എന്ന് കരുതാൻ ഒരു പ്രതീക്ഷയും നമുക്ക് തരുന്നില്ല. മാത്രമല്ല, ഇപ്പൊ തന്നെ വസീഫിന്റെ വാക്കുകൾ പോലും സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തനത്തിൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്താ പറയാ ഡയറക്റ്റ് അല്ലല്ലോ അറിയുന്നത്, സോഴ്സുകളിൽ കൂടിയാണ് അറിയുന്നത്, മറ്റു മാർഗങ്ങളിൽ കൂടെ. ആ മാർഗങ്ങളാണല്ലോ മാധ്യമ പ്രവർത്തകന്റെ മിടുക്ക്. അങ്ങനെ അരുൺകുമാർ ഇപ്പൊ പറഞ്ഞു അവിടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇങ്ങനെ ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. മാത്രമല്ല, അടുത്ത 5 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ചയ്ക്കിടും എന്ന രീതിയിലൊക്കെ പറയുന്നത് എവിടെ നിന്നറിഞ്ഞു, എങ്ങനെ അറിഞ്ഞു, ആര് പറഞ്ഞു, നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് റിലയബിൾ സോഴ്സിൽ നിന്ന്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറാനുള്ള ശ്രമം അല്ലല്ലോ വസീഫിനെ പോലുള്ളവർ ഈ ഘട്ടത്തിൽ ഈ വലിയ പരാജയത്തിന് ശേഷവും പറയേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് ഉണ്ടാകേണ്ടത്. തങ്ങൾ ഇതുവരെ പിന്തുടർന്ന ശൈലി ജനം അംഗീകരിക്കുന്നില്ല. കണക്കുകൾ കൊണ്ട് വേണേ 1% മാറിയിട്ടുള്ളൂ, 2% മാറിയിട്ടുള്ളൂ. അത് 2019 കമ്പയർ ചെയ്യുമ്പോഴാണ് അരുൺകുമാർ ഇത്രയും മാറ്റം. പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 99 സീറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ച ഇടതുമുന്നണിക്ക് ഇപ്പൊ 111 സീറ്റിൽ പിന്നിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 111 അല്ല, അവർക്ക് ഇപ്പൊ എത്ര 20 സീറ്റിലോ മറ്റാണ് അവർ മുൻപിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ സീറ്റിലും അവർ പിന്നിൽ പോയി. തമ്മിലുള്ള വ്യത്യാസം 8 സീറ്റുകളിൽ മാത്രമാണ് ജോർജ് പൊടിപ്പാറ, 11ഉം 19ഉം. UDF ആയിട്ടുള്ള വ്യത്യാസം
UDF ആയിട്ടുള്ള വ്യത്യാസം നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ UDF 111 സീറ്റിലും BJP അല്ലെങ്കിൽ NDA 11 സീറ്റിലും മുന്നിട്ട് നിൽക്കുമ്പോൾ എത്ര സീറ്റിലാണ് LDF മുന്നിട്ട് നിൽക്കുന്ന യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ? നാമമാത്ര സീറ്റുകളിലല്ലേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്താൽ ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞ ഒല്ലൂരിന്റെ കണക്ക് തന്നെ എടുക്കുക. സാക്ഷാൽ രണ്ടാമനായ ശ്രീ അഡ്വക്കേറ്റ് K രാജനോട് 23,000-ഓളം വോട്ടിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലമാണ്. എന്റെ മണ്ഡലം കൂടിയാണത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPയുടെ സുരേഷ് ഗോപി 11,000 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. അപ്പൊ എത്ര അന്ന് 23,000 വോട്ടിന് ലീഡ് ചെയ്ത മണ്ഡലത്തിൽ 11,000 വോട്ടിന് ഇന്ന് BJP ലീഡ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര വോട്ടാണ് LDFന് ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഇതും കണക്കിലെടുക്കണ്ടേ? നമ്മൾ അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർന്നു പോകുന്നു, LDFന്റെ ജനസ്വാധീനം നഷ്ടപ്പെടുന്നു, അവരുടെ വോട്ട് ബാങ്കുകൾ തകരുന്നു എന്ന് പറയുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് മാത്രം കമ്പയർ ചെയ്താൽ പോരല്ലോ. ഏറ്റവും ഒടുവിൽ തിരിച്ചു വന്ന് തെറ്റുതിരുത്തി അവർ അന്ന് ചെയ്ത അല്ലെങ്കിൽ അവർക്ക് വന്ന വീഴ്ചകളിൽ മാറ്റം വരുത്തി ജനത്തോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീരമായി തിരിച്ചു വന്ന് 99 സീറ്റ് നേടിയ LDF, പ്രത്യേകിച്ച് അന്നത്തെ പോലെ അപ്പാരന്റ് റീസൺ ഒന്നുമില്ല. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ അന്നത്തെ പോലത്തെ കാരണങ്ങളൊന്നുമില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് ആരും കരുതിയിട്ടില്ല. ശബരിമല വിരുദ്ധ വികാരമില്ല. ഏതാണ്ട് ഓൾമോസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം സീറ്റുകളിൽ തിരിച്ചടി കിട്ടാൻ UDFന്റെ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് 1.25 ഒക്കെ കിട്ടിയിരുന്ന 3.5 ലക്ഷമായിട്ടും, അതുപോലെ കണ്ണൂര് 40,000 വോട്ട് കിട്ടുന്നത് 1.5 ലക്ഷമായിട്ടും, പാലക്കാട് 11,000 80,000 ആയിട്ടൊക്കെ മാറുമ്പോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലേ? എന്നിട്ട് 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പറഞ്ഞ് ആശ്വാസം കൊള്ളുകയാണോ വേണ്ടത്? യഥാർത്ഥത്തിൽ അവർ നോക്കേണ്ടത് തങ്ങളുടെ കാലിനടിയിലെ വോട്ട് ഇങ്ങനെ ചോർന്നു പോകുന്നത്, ഇത്രത്തോളം മാറ്റം വന്നത് എന്തുകൊണ്ട്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ശ്രീ വസീഫ്, അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ, അങ്ങേക്ക് മറുപടി നൽകാനുള്ള ഒരു അവസരം ഞാൻ നൽകാം. ഇടവേളയ്ക്കു ശേഷം തങ്ങളുടെ പാർട്ടിയുടെ കാൽച്ചുവട്ടിലെ വോട്ട് ചെറുതല്ലാത്ത വിധം ഒലിച്ചു പോകുന്നു. 2019 സംഭവിച്ചതിനേക്കാൾ വലിയ വോട്ട് ചോർച്ച ആ അർത്ഥത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു ചെറിയ കണക്കല്ല. അത് 2021 തെറ്റിതിരുത്തി അധികാരത്തിൽ വന്നതിനു ശേഷം സംഭവിക്കുന്ന ചോർച്ച കൂടിയാണ്. അത് ചില സൂചനകളല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യത്തെ ജോർജ് പടിപ്പാറ ചോദിച്ചു നിർത്തിയ ചോദ്യത്തിൽ നിന്ന് താങ്കൾക്ക് തുടങ്ങാം. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിനെ പാർട്ടി എങ്ങനെ പ്രതിരോധിക്കാൻ പോകുന്നു? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വിലയിരുത്തലായി വന്നിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരമാകുമ്പോഴേക്കും കാര്യം സാധിച്ചു മടങ്ങുന്നു. ഈഴവർക്ക് നീതി കിട്ടുന്നില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വന്നാൽ അവർക്ക് സർക്കാരിലും പാർട്ടിയിലും ഡബിൾ പ്രൊമോഷനാണ്. ഈഴവർക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ലാത്ത സ്ഥിതിയാണെന്നും ന്യൂനപക്ഷ പ്രീണനമാണ് ഈഴവ ക്രിസ്തീയ വോട്ട് ബാങ്കിനെ അകറ്റിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഇതിനോടുള്ള താങ്കളുടെ മറുപടി എന്താണ്? നമ്പർ 3. രാജ്യത്തെ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ ദക്ഷിണേന്ത്യയിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച ഒരേ ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ കേരളമാണ് എന്ന വസ്തുതയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? 3 ചോദ്യങ്ങൾ. ഡോക്ടർ അരുൺ, ഈ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ 11 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 2004 മാത്രമാണ് ഇടതുപക്ഷത്തിന് ലോക്സഭയിൽ ഒരു മേൽക്കൈ കേരളത്തിൽ നിന്നുണ്ടായത്. 1977 രാജ്യത്താകെ ഇന്ദിരാഗാന്ധിക്കെതിരെ തരംഗമുണ്ടായപ്പോഴും കേരളത്തിൽ ഞങ്ങൾക്ക് ഒറ്റ സീറ്റുമില്ല CPM-ന്. അങ്ങനെയൊക്കെ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കയറി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ട. ഞങ്ങൾ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അതിലൊരു തർക്കവും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തിരുത്തും എന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോ ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണെ, ദയവ് ചെയ്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ അടിയിൽ സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു ചർച്ച അടുത്തതും വരുന്നത് എന്താണെന്നറിയോ? തലക്കനമാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. നിങ്ങളൊക്കെ ഭയങ്കര എളിമയുള്ള, വിനയമുള്ള, വളരെ ബഹുമാനത്തോടു കൂടി ജനങ്ങളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും ഒക്കെ സംസാരിക്കുന്നതാണോ? ഞങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ അരുണേ, എന്നെ നിങ്ങൾ വിളിച്ചത് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും. നിങ്ങളിങ്ങനെ ഇടയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കല്ലേ? ഇവിടെ മറ്റാരും സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊത്തിക്കൊത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നടത്താൻ പോകുന്ന ചർച്ചയുടെ തലക്കെട്ടിനെ വിമർശിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധയായിരിക്കാൻ പറ്റൂ. താങ്കൾക്ക് പാർട്ടിയുടെ കാര്യത്തിൽ പ്രതിരോധിക്കുന്ന പോലെ പിന്നെ പറയണ്ടേ? ഞാനതാ പറയുന്നത്. 7 മണിക്ക് ഇതേ ചർച്ച, 7 മണിക്ക് ഇതേ ചർച്ച, 8 മണിക്ക് ഇതേപോലെ ചർച്ച. പറഞ്ഞാൽ അത് കാണിക്കും.
വിവരദോഷി എന്ന് വിളിച്ചത് തെറ്റാണെന്ന് തിരുത്തലില്ലാത്ത തലക്കനമോ തിരുത്തലില്ലാത്ത തലക്കനമോ നിങ്ങളുടെ ഇതൊക്കെ തന്നെ സൗകര്യമില്ല. നിങ്ങളുടെ എല്ലാ ചർച്ചക്കും മറുപടി പറയാനും മറുപടി പറയില്ല. നമുക്ക് മാന്യമായ ചർച്ചയിലേക്ക് പോകാം. ഞാൻ വളരെ ലളിതമായ 3 ചോദ്യങ്ങളെ താങ്കളോട് ചോദിച്ചുള്ളൂ. ആ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാതെ താങ്കൾക്ക് ഈ ചർച്ച അലമ്പാക്കണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ചർച്ച അലമ്പാക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് താങ്കളോട് ചോദിക്കുന്നു, ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് എങ്ങനെയാണ് എന്ന് ജോർജ് പൊടിപ്പാറ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമുണ്ടോ? അതിനൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ മറ്റു ചില കാര്യങ്ങളോട് പറയോട്ടെ. ഇന്ത്യയില് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയും കോൺഗ്രസ് തോറ്റിട്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയും കോൺഗ്രസ് തോറ്റിട്ടില്ലേ? നിങ്ങൾ തലക്കനത്തെ കുറിച്ച് ചർച്ച ചെയ്തോ? എത്രയോ തവണ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് മതനിരപേക്ഷ വിശ്വാസികൾ വലിയ പ്രയാസത്തോടു കൂടി കാണുന്ന ഒരു പരാജയമാണ് തൃശ്ശൂരിലെ പരാജയം. അത് മതനിരപേക്ഷ വിശ്വാസികളുടെ പരാജയ. ആ പരാജയത്തിന്റെ കാരണം കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ നേതൃത്വമാണ്. അതിൽ സതീശന് പങ്കുണ്ട്. ഇത് ഗൂഢാലോചനയാണ് എന്നൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. എന്തേ നിങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? ഞാൻ തന്നെ ജി വി ഹരിയോട് ചോദിച്ചതല്ലേ? നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലാണ് ഈ തല്ലുകൂടിയ 2 നേതാക്കൾ വന്നിരുന്ന് സംസാരിച്ചത്. ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ് ചോദ്യം. ചോദിക്കൂ വസിഫെ, തൃശ്ശൂരിൽ എങ്ങനെ തോറ്റു? അവിടെ കോൺഗ്രസിന്റെ വോട്ടുകളിലല്ലേ ചോർച്ച വന്നത്? അത് ചോദിക്കാനാണ് വസിഫിനെ വിളിച്ചു വരുത്തിയത്. അത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നടത്താൻ പോകുന്ന ചർച്ചയുടെ തലക്കെട്ട് ഇതാണ് ചോദിക്കുന്ന നല്ലൊരു ഉത്തരം. DCC ഓഫീസ് എന്ന് പറയുന്ന ഇവരുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിനകത്ത് വലിയ അക്രമം നടന്നിട്ട്, വലിയ അടി നടന്നിട്ട്, സംഘർഷം നടന്നിട്ട്, അത് ഈ പൊതുജന മധ്യത്തിൽ വേണ്ട രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്തോന്ന് പരിശോധിക്കണം. മധുവും ലാൽജിയും ഹനീഫയും ഗ്രൂപ്പ് പോരിന്റെ പേരിൽ കൊല്ലപ്പെട്ട നാടാണ് തൃശ്ശൂര്. ഗ്രൂപ്പ് പോരിന്റെ പേരിൽ ഇന്നും നീതി കിട്ടാതെ ഹനീഫയുടെയും ലാൽജിയുടെയും രക്ഷിതാക്കൾ പത്രക്കാരെ കാണുന്നുണ്ട്. ആ നാടാണ് തൃശ്ശൂര്. ആ നാട്ടിലാണ് ഇങ്ങനെ 1 ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടതല്ല, അവര് കൊടുത്തതാണ്. ഈ കേരളത്തിനകത്ത് താമര വിരിയിക്കാൻ, മറ്റിടങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ ബോധപൂർവമായി ഇടപെട്ടു എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. അതിനുവേണ്ടി തന്നെയാണ് മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്നിറക്കിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ആകെ സംശയിക്കുന്നു. അങ്ങനെ സംശയിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചർച്ചയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്തൊക്കെ വിളിച്ചു പറയുന്നവരായി ഈ ചർച്ച ഏതായിരിക്കണമെന്ന് എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യാനല്ല താങ്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾ പറയൂ. നിങ്ങളുടെ പാർട്ടി തോറ്റോ? ലളിതമായി സന്ദേശത്തിന് മേൽ പറയുന്നത് പോലെ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയൂ. സിപിഎമ്മിന്റെ ഒരു ബ്രാഞ്ച് ഓഫീസിലാണ് ഇന്ന് തൃശ്ശൂരിൽ നടന്ന അടി നടന്നത് എങ്കിൽ നിങ്ങൾ 1 മാസം ചർച്ച ചെയ്യും. 1 മാസം ചർച്ച ചെയ്യും. ഈ ചർച്ചയാണ് ഇന്നലെ 7 മണിക്ക് ഞങ്ങൾ തുടക്കത്തിൽ തത്സമയം കാണിച്ച് ഈ പറയുന്ന 2 നേതാക്കളെ ഒരുമിച്ച് ചർച്ച ചെയ്തത്. താങ്കൾ എന്ത് കാണുന്നു, എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. എന്റെ ഇന്നത്തെ വിഷയമല്ല. വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച ചോദ്യം, ആ ചോദ്യം പ്രസക്തമാണോ? അത് ഇന്നത്തെ രാഷ്ട്രീയ ചോദ്യമാണ്. അതിന്റെ പേരിൽ ഹുസൈൻ പടവൂർ എന്ന് പറയുന്ന നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ രാജിവെച്ചു. അത് ഇന്നത്തെ ദിവസത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയം ചർച്ച ചെയ്യേണ്ട DCC ഓഫീസിലെ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളത് കൈരളിയിൽ നിങ്ങൾക്ക് പോയി പറയാം. നിങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയി എന്റെ പ്രിയപ്പെട്ട വസിഫെ. ഇത് റിപ്പോർട്ടർ ചാനലാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാനലല്ല. പക്ഷെ നിങ്ങളെ ഞങ്ങൾ ഇപ്പോഴും ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചു ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, പാർട്ടിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുമ്പോൾ നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ എന്ത് നടപടിയെടുക്കുന്നു? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതാണ് ചോദ്യം. കേരളത്തിലെ കോൺഗ്രസ് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് അപ്പോഴും വേണ്ടത് മറ്റു പലതുമാണ്.
അങ്ങനെ മറ്റു പലതും ആഗ്രഹിച്ചു പോകുന്ന നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരാൻ സൗകര്യപ്പെടില്ല. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ജനങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാധ്യമങ്ങളെ നിങ്ങൾ വിട്ടേക്കൂ. കേരളത്തിലെ ജനങ്ങളോട്, വോട്ടർമാരോട് 99 സീറ്റുകളിൽ നിങ്ങളെ അധികാരത്തിലേക്ക് എടുത്തുയർത്തി 2021 നിങ്ങൾക്ക് വോട്ട് കുത്തി ഇന്ന് 3 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കെതിരെ വോട്ട് കുത്തി നിങ്ങളെ 99 നിന്ന് 19 തിരിച്ചെത്തിയിരിക്കുന്ന കേരളത്തിലെ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? റിപ്പോർട്ടർ ടിവിയെ വെറുതെ വിട്ടേക്കൂ, അരുൺകുമാറിനെ, സ്മൃതി പരുത്തിക്കാരനെ നിങ്ങൾ വെറുതെ വിട്ടേക്കൂ. നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വസിഫെ പറയൂ. അതാണ് ഞാൻ അരുണെ പറഞ്ഞത്. 2016 ഞങ്ങൾക്ക് വോട്ട് ചെയ്തവർ തന്നെ 2019 ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചെയ്യാതെ 2021 നിങ്ങളൊക്കെ സർവേ നടത്തിയും റിപ്പോർട്ട് ചെയ്തും ആക്ഷേപിച്ചും വലിയ രീതിയിൽ തെറി വിളിച്ചും ഒക്കെ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓരോ സ്വഭാവങ്ങളും നിങ്ങൾ തുലാസിൽ വെച്ച് അളക്കാൻ ശ്രമിച്ചു. അങ്ങനെ തുലാസിൽ വെച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അളക്കാൻ ശ്രമിച്ചു. അങ്ങനെ അളന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ 91 നിന്ന് 99 CPM-ന് പിന്തുണ കൊടുത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സംവിധാനം, സംഘടനാ സംവിധാനം തിരുത്തേണ്ടതിനെ തിരുത്തുകയും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒരു ദുരുദ്ദേശത്തിലുമല്ല ഈ ചർച്ച സംഘടിപ്പിച്ചത് എന്ന് ഒരിക്കൽ കൂടി താങ്കളോട് പറയട്ടെ. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കുള്ള ഒരു ചോദ്യം ഇനിയും കിട്ടിയിട്ടില്ല. താങ്കൾക്ക് അതിന് ഒരു 30 സെക്കൻഡ്സ് സമയം കൂടി നൽകാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം നടത്തിയാണ് വോട്ടുകൾ ഈഴവരിൽ നിന്നും ക്രിസ്തീയ വോട്ടർമാരിൽ നിന്നും അകന്നത് എന്നാണ്. താങ്കൾക്ക് യോജിപ്പുണ്ടോ അതിനോട്? അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേകം എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് അരുൺകുമാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് തോന്നുമോ? ഒന്നും തോന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് മമത കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. ഞങ്ങൾ മമത കൊടുക്കുകയാണെങ്കിൽ അത് ആർക്കാ? പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം മാത്ര. നീതി ആഗ്രഹിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണോ? അങ്ങനെ നീതിയും അതുപോലെ തന്നെ ന്യായവും നോക്കി മാത്രം ഭരിക്കുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷമാണ് ഈ കേരളത്തിനകത്തെ സ്കൂളുകൾ മികച്ചതാക്കിയത്. ആ ഇടതുപക്ഷമാണ് കേരളത്തിലെ റോഡുകളും കേരളത്തിലെ ആശുപത്രികളും ഒക്കെ മികച്ചതാക്കിയത്. അങ്ങനെ മികച്ചതാക്കി ഞങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യമാണുള്ളത്. അവിടെയെല്ലാം ഈ കേരളത്തിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് താങ്കൾക്ക് എത്ര ഭംഗിയായി വൃത്തിയായി അവതരിപ്പിക്കാവുന്ന 13 മിനിറ്റാണ് പ്രിയപ്പെട്ട വസിഫെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. നിർഭാഗ്യമെന്ന് പറയട്ടെ. ഇതൊക്കെയാണ് താങ്കൾ പറയേണ്ടിയിരുന്നത് കേരളത്തിൽ. പക്ഷേ അത് പറയാനുള്ള അവസരം താങ്കൾ നഷ്ടപ്പെടുത്തി എന്നതിൽ വിനയപൂർവ്വം താങ്കളോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ച കാണാം. Debate with Arun Kumar.